ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ കഴിഞ്ഞ് റെഡി നമ്മൾ സെറ്റായി വരുമ്പോഴത്തേക്കും ഇതാ അവിടെ നമ്മുടെ സദ്യ വട്ടങ്ങളാണ് കേട്ടോ ഒരുങ്ങുന്നത്. ചേച്ചി അമ്മയും കൂടെ ഗംഭീര സദ്യ ഉണ്ടാക്കലൊക്കെയാണ്. അപ്പോൾ അമ്മ ഉണ്ടാക്കുന്നത് സോയാണ് കേട്ടോ. നമ്മുടെ സോയ നല്ല അടിപൊളി ടേസ്റ്റാണ്, സോയയും കിഴങ്ങും. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ കുക്കുവിന് വേഗം ഭക്ഷണം കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വേഗം റെഡിയായി കുക്കുവിന് ഭക്ഷണം കൊടുക്കുകയാണ്. നമുക്കിന്ന് സ്നിഗ്ധയുടെ സ്കൂളിൽ അവളുടെ ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാൻ പോകാനായിട്ടുള്ള തിരക്കിലാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ കൊക്കു ഭയങ്കര വാശി പിടിച്ച് ചോറ് വേണ്ടെന്നൊക്കെ പറഞ്ഞാൽ വാശി പിടിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ കൊടുത്തു. ഇനി അടുത്തത് കേക്ക് കട്ടിങ്ങിന് പോവാണ്. അപ്പോൾ കുക്കു ഒച്ചെന്താ കേക്ക് കട്ട് ചെയ്യാനുള്ള ടേബിളൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. അതിനിടയിൽ കുക്കൂസ് അവിടെ ഭയങ്കര വികൃതിയാണ്. കുക്കുവും ചാച്ചും രണ്ട് കത്തിയൊക്കെ എടുത്തിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഗൈസ് ഇപ്പോൾ കേക്ക് വരും. ഏത് കേക്കാണെന്ന് നമുക്ക് നോക്കാം. യെസ്, അങ്ങനെ കേക്ക് റെഡി. കേക്ക് അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം ഇന്ന് അത്തക്കായിട്ട് ഓണത്തെ വരവേൽക്കാൻ എല്ലാവരും റെഡി ആയിരിക്കും. അങ്ങനെ കേക്ക് തുറക്കാൻ പോവാണ് ഗൈസ്. കേക്ക് തുറക്കാൻ പോവാണ്. കേക്ക് അങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്തിട്ട് വേഗം ഭക്ഷണം കഴിച്ചിട്ട് പോവാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. യെസ്, ആ കവർ അവിടെ കിടക്കട്ടെ. നമുക്കാദ്യം കേക്ക് തുറക്കാം. ഓപ്പൺ 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 ഓപ്പൺ. ഈ ഗൈസ് അതിനിടയിൽ എപ്പോഴാണ് എൻ്റെ കേട്ടൻ കേക്ക് കൊടുന്ന് വെച്ചത്? ഞാൻ കണ്ടില്ല ഗൈസ്, ഇന്നലെ കണ്ടില്ല. രാവിലെ എണീറ്റ് ഫ്രിഡ്ജ് തുറക്കുമ്പോഴാണ് കാണുന്നത്. ഓ, അതിൽ നൈസായിട്ട് കേക്ക്. ഓ, സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യെന്ന് പറഞ്ഞ പോലെ. അങ്ങനെ ഇനി ഏത് കേക്കാന്ന് നോക്കണം. കേക്ക് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരാണ്ടാവും അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കേക്ക് ഏതാന്ന് കമൻറ്റ് ചെയ്യൂ ഗൈസ്, കമൻറ്റ് ചെയ്യൂ. ഞാൻ കേക്ക് അവിടെ തുറക്കുന്നുണ്ട്. സദ്യ ഒരു ഭാഗത്തായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിശന്നിട്ട് വയ്യ, എന്താണെന്നറിയില്ല, ഇന്ന് ഭയങ്കര വിശപ്പ്. സദ്യ അവിടെ റെഡി ആവുന്നതുകൊണ്ടാണോ എന്നൊരു സംശയമില്ലാതില്ല. യെസ്, കേക്ക് ഓപ്പൺ ചെയ്തു. വൈറ്റ് ഫോറസ്റ്റ് ഓർ ബ്ലാക്ക് ഫോറസ്റ്റ്? യെസ്, റെഡി. യെസ്, അപ്പോൾ കേക്ക് നമ്മളവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കണ്ടാലുണ്ടാവും ഏട്ടനും അനിയനും ഒരു ഓടി വരവ്. യെസ്, വൈറ്റ് ഫോറസ്റ്റ്. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞി. താങ്ക് യു ഹാപ്പി. വാവ്, കണ്ടിട്ട് കൊതിയാവണം. കേക്ക് കഴിക്കാൻ കൊതിയായിട്ട് വയ്യ ഗൈസ്, കൊതിയായിട്ട് വയ്യ. അങ്ങനെ അതാ കുക്കു അവിടെ നിന്ന് എത്തി നോക്കുന്നുണ്ട്. ഇത് എന്താ ഇപ്പൊ കാര്യം? കേക്കോ? എനിക്കിഷ്ടപ്പെട്ട സാധനമാണല്ലോ. അച്ഛാ ഞാൻ മുറിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കുന്നുണ്ട്. രണ്ട് കത്തി. ഏട്ടാ എന്നാ വാട, അതാ നടക്കും കത്തി എന്നൊക്കെ. അങ്ങനെ ഏട്ടയ്ക്ക് ഒരു കത്തി, അനിയനൊരു കത്തി. ഏട്ടപ്പ വരും. ഏട്ടയ്ക്ക് കത്തി കൊണ്ടേ കൊടുക്കാൻ പോവാണ്. ഏട്ട അപ്പോഴത്തേക്കും ഏട്ട അവിടെ ഡ്രസ്സ് മാറ്റാന്ന് തോന്നുന്നുണ്ട്. ഏട്ട സ്കൂളിലേക്ക് പോവാൻ റെഡി ആവുമെന്ന് തോന്നുന്നുണ്ട്. ചാച്ചുവിനെ കാണാനില്ല. എന്താ കുക്കൂസ് ഇങ്ങനെ അന്തവട്ട കുന്തത്തെ പോലെ നോക്കി നിൽക്കുന്നുണ്ട്. ദേ പോണു കുക്കു. കത്തിട്ടിയേ. ഇനി അടുത്തത് കേക്ക് മുറിക്കണം. യെസ്, അങ്ങനെ ചാച്ചേട്ടൻ അവിടെ ഉണ്ട്. ചാച്ചേട്ടനെ വിളിക്കാൻ പോകണം. ചാച്ചേട്ടൻ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ ഇരിക്കണം ഗൈസ്, കുളിച്ചിട്ട് റെഡി ആയിട്ട്. അങ്ങനെ സോയ റെഡി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്മാവാണത്. അങ്ങനെ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. സാമ്പാർ റെഡി, പപ്പടം റെഡി, ഉപ്പേരി റെഡി, എല്ലാം റെഡി. സെറ്റ്, ഓൾ സെറ്റ്. ഇനി കേക്ക് കട്ട് ചെയ്യുക, ഭക്ഷണം കഴിക്കാൻ പോവാ. നമുക്ക് എന്താണ് എൻ്റെ ബർത്ത്ഡേക്ക് അമ്മ എടുത്തുന്ന ഡ്രസ്സ്. അങ്ങനെ നമ്മുടെ വക വീണ്ടും
എനിക്കൊരു മാക്സി കൂടെ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഗോളടിച്ചേ. അങ്ങനെ നമ്മുടെ വക ഒരു മാക്സി ഗിഫ്റ്റ്. നമുക്ക് ഈ മാക്സി എങ്ങനെ ഇട്ട് നോക്കാം. നൈസായിട്ടല്ലേ, നല്ല ഗ്രീൻ. അല്ല ഗൈസ്, നമ്മുടെ പൂക്കളം നോക്കി നോക്കൂ. കണ്ടില്ലേ, ഏട്ടയും വന്നു. ഇനി ഏട്ടയും അനിയനും തമ്മിൽ കേക്കിൽ എന്തൊക്കെ ഡെക്കറേഷൻ ചെയ്യാം, എങ്ങനെയൊക്കെ കൊളാക്കാം, എങ്ങനെയൊക്കെ നോണ്ടി കഴിക്കാം, ചെറിയെടുത്ത് കഴിക്കാം. ഗംഭീര ആലോചനയിലാണ് കേട്ടോ. പുഞ്ചിരി, ചാച്ചുവിന്റെ മുഖത്ത് നല്ലൊരു പുഞ്ചിരി. ഏട്ടാ കുക്കു, നമുക്കത് കട്ട് ചെയ്താലോ എന്നൊക്കെ. ഇവർ ഇന്നലെ തുടങ്ങിയതാട്ടോ ഗൈസ്. കേക്ക് മുറിക്കണം, അത്തപ്പൂക്കളിടണം, പായസം കഴിക്കണം എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട്. അപ്പൊ അവർക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. കണ്ടില്ലേ, അവരുടെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ നമുക്ക് അതിനേക്കാൾ വലിയ സന്തോഷം. കുക്കു നൈസായിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ തോണ്ടുന്നുണ്ട്. കള്ളച്ചക്കൻ. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാം സെറ്റ്. നമുക്കിനി കേക്ക് മുറിക്കാൻ പോവാം. ഓക്കെ, അങ്ങനെ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിനി കേക്ക് മുറിക്കാൻ പോവാം. കമോൺ. രണ്ടാളും വെയിറ്റ് ചെയ്ത് അടുത്തു, എന്താരും വരാത്തന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ മൂന്നാളും വെയിറ്റ് ചെയ്തിരിക്കണം കേക്ക് കട്ട് ചെയ്യാൻ. ചാച്ചുവിന്റെ അമ്മയെ കാണാനില്ല, വല്യമ്മയെ കാണാനില്ല. വല്യമ്മയ്ക്ക് പിന്നെ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ഇഷ്ടമല്ലാത്തത് കാരണം വല്യമ്മ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. യെസ്, ഓൾ സെറ്റ്. അപ്പോൾ എല്ലാവരും വരുന്നുണ്ട്. 1 2 3 സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ കേക്ക് മുറിക്കാൻ പോവാണ് ഗൈസ്. കേക്ക് മുറിക്കാൻ പോവാണ്. ഓക്കെ, ഇതേ അവിടെ തലയാണെ പുറപ്പൊക്കെ ഇരിക്കുന്നു. അത് നിർത്ത് മാറ്റട്ടെ എന്നൊക്കെ. നമ്മൾ ബാക്കിയുള്ള സാധനം കേക്കിന്റെ കവർ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. കുക്കു വാടാ. കുക്കു വരുന്നില്ല. ഏട്ടനെ വിളിക്കുമ്പോൾ ഏട്ട ഒട്ടും വരുന്നില്ല. ഏട്ടന് ഭയങ്കര നാണായി. അങ്ങനെ ഞങ്ങളിതാ കേക്ക് മുറിക്കാൻ പോവാണ്. കേക്ക് മുറിക്കാൻ പോവാണ്. ചാച്ചു വാടാ. ചാച്ചു വരുന്നില്ല. അങ്ങനെ കുക്കുവിൻ്റെ അടുത്ത് അമ്മ കേക്ക് മുറിക്കട്ടെ ഇപ്പോൾ നമുക്ക് ശുഭമുഹൂർത്തത്തിൽ കറണ്ടും പോയി ഗൈസ്. കറണ്ടും പോയി. പിന്നെ കേക്ക് മുറിക്കാൻ അവൻ കത്തി തരാത്തത് കാരണം അവൻ്റെ അച്ഛൻ വരേണ്ടി വന്നു. അങ്ങനെ അച്ഛൻ വന്നതുകൊണ്ട് അവൻ എനിക്ക് കത്തിയൊക്കെ തന്നു. ആരെ പിറന്നാളെന്നപ്പോൾ സംശയം. പിന്നെ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി കേക്ക് മുറിച്ചു. മുറിയുന്നില്ല, മുറിക്കണം അങ്ങോട്ട്. യെസ്, കുക്കുവിനൊരു പുഞ്ചിരി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാൻ തന്നെ പാടാം. എൻ്റെ ഹാപ്പി ബർത്ത്ഡേക്ക് പാട്ട് പാടാൻ എനിക്ക് ഒരു സഹായം വേണ്ട. ഞാൻ കുറച്ച് കേക്ക് എനിക്ക് തന്നെ വേണമെന്നൊക്കെ. നല്ല കേക്കായിരുന്നു ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കേക്ക്. കേക്ക് മുറിച്ചു. അങ്ങനെ ചാച്ചോട്ടനെ വരാൻ പറയുമ്പോൾ ചാച്ചോട്ടൻ വരുന്നില്ല. ചാച്ചോട്ടൻ അമ്മ ഉന്തി കൊണ്ടുവരുന്നുണ്ട്. ഭാഗ്യത്തിന് ചാച്ചു കത്തി തന്നു, സന്തോഷായി. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഹാപ്പി ബർത്ത്ഡേ പാടി കേക്ക് മുറിച്ചു ചാച്ചു വീട്ടിന് വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അമ്മായിട്ടി. ഇനി അമ്മായിക്ക് കേക്ക് തടാ, അമ്മായിക്ക് കേക്ക് തടാന്ന്. അമ്മായിക്ക് കേക്ക് തരാൻ പറയുമ്പോ ആ കേക്കും കൂടെ ചാച്ചോട്ട് അടിച്ചു മാറ്റി. അറ്റ്ലീസ്റ്റ് എനിക്ക് തരാൻ പറഞ്ഞ കേക്കാണെന്ന് കഴിക്കാന്. അയ്യോ, അങ്ങനെ കേക്ക് കഴിച്ചു, സെറ്റായി. കൊക്കുന് കേക്ക് വേണ്ട. അങ്ങനെ അമ്മ എനിക്ക് കേക്ക് വന്നു. പിന്നൊരു കേക്ക് ഞാൻ എടുത്ത് കഴിച്ചു. അടുത്തത് ചേച്ചി വരുന്നത്. ഓ കത്തി എനിക്ക് തരുന്നില്ല ഗൈസ്, ആരും കത്തി എനിക്ക് തരുന്നില്ല. അതുകൊണ്ട് എനിക്ക് കേക്ക് മുറിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ചാച്ചോട്ടിനെ സോപ്പിട്ട് നമ്മൾ കത്തി വാങ്ങിയിട്ടുണ്ട്. നമ്മൾ കേക്ക് കൊടുക്കാം.
അമ്മ കേക്ക് കൊടുത്തു. ഇനി വല്യമ്മയ്ക്ക് കേക്ക് കൊടുക്കണം. വല്യമ്മയ്ക്ക് കേക്ക് മുന്നിൽ വരാൻ തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് കഷ്ടപ്പെട്ട് കേക്ക് മുറിച്ച് വല്യമ്മയ്ക്ക് കൊടുത്തു. ഈ കുക്കൂസ് ഡേ ഇഷാൻസ് ഡാഡിന് കേക്ക് കൊടുക്കണം. അങ്ങനെ ഇഷാൻസ് ഡാഡിന് നമ്മൾ കേക്ക് കൊടുത്തു. വല്യമ്മയ്ക്ക് കേക്ക് കൊടുത്തു. എല്ലാവരും ഡേ. അപ്പം ഇനി സ്നിഗ്ധ സ്കൂളിലേക്ക് പോയി. അച്ഛൻ പിന്നെ അച്ഛൻ്റെ മക്കളെ വിട്ടിട്ട് യാതൊരു പരിപാടിക്കുമില്ല. അച്ഛൻ പൈക്കളെ കൊണ്ടുപോയി. അപ്പോൾ അതിന് ഞങ്ങൾ മാത്രമുള്ളൊരു കൊച്ച് ബർത്ത്ഡേ സെലിബ്രേഷൻസ് ആയിരുന്നു. നല്ല നല്ല രസമായിരുന്നു അന്നത്തെ ദിവസം കേട്ടോ. അടിപൊളി, ഹാപ്പി. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എന്നത്തെയും പോലെ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിങ്ങും എല്ലാം കഴിഞ്ഞു. കേക്ക് കഴിച്ച് ഞാൻ ക്ഷീണിച്ചു ഗൈസ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. ബൈ.